തിരുവനന്തപുരം മാറനല്ലൂരിൽ നിന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കഴുത്തിൽ പാമ്പ് ചുറ്റിയെന്ന വാർത്ത വരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പാമ്പിനെ തട്ടി മാറ്റാനുള്ള ശ്രമത്തിനിടെ ഈ വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന വിവരം കൂടിയാണ് വരുന്നത്. റഹീസ് റഷീദ് ഉണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, എന്താണ് സംഭവിച്ചത്? മാലിന്യം ശേഖരിച്ചതുമായി പോകുമ്പോഴാണ് അപകടമെന്ന് മനസ്സിലാകുന്നു. നമുക്കതിലെ ഒരു പ്രതികരണം കേട്ട ശേഷം റഹീസിലേക്ക് പോകാം. ലോഡ് എടുത്തിട്ട് വരെയായിരുന്നു. ബാക്കിൽ തോളിൽ എന്തോ തട്ടും പോലെ തോന്നി. തട്ട് തിരിഞ്ഞ് സൈഡ് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴാണ് പാമ്പ് മുന്നിലോട്ട് വന്ന് ഞാൻ ഇങ്ങനെ തട്ടി എറിഞ്ഞതും കയ്യിൽ നിന്ന് വണ്ടി അങ്ങ് പോയി. പാൻറ്റ് വെട്ടി തിരിഞ്ഞ് പോസ്റ്റിലോട്ടാണ് ഇടിച്ചത്. റഹീസ് ചേരുന്നു. റഹീസ്, ഈ മാലിന്യത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം അല്ലേ പാമ്പ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ടാവുക? അപകടത്തിൽ കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ടോ? വിനിത, മാലിന്യത്തിൽ നിന്ന് തന്നെയാണ് പാമ്പ് ഈ വാഹനം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന വിഷ്ണുവിന്റെ കഴുത്തിൽ ചുറ്റിയത് എന്ന് വ്യക്തമാണ്. മാറനല്ലൂർ പഞ്ചായത്തിലെ കരിങ്ങൽ വാർഡിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യവുമായി പോവുകയായിരുന്നു. 2 മാസത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് പാമ്പ് ഡ്രൈവറുടെ ക്യാബിനിലേക്ക് കയറി വന്നത് അതിനകത്ത് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന ആളും കണ്ടിരുന്നില്ല. കഴുത്തിൽ ചുറ്റിയ സമയത്താണ് കഴുത്തിൽ എന്തോ ചുറ്റിയെന്ന് തോന്നി നോക്കുമ്പോഴാണ് പാമ്പാണ് എന്ന് ഡ്രൈവർ വിഷ്ണുവിന് മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ പേടിച്ച് അത് തട്ടിക്കളയാനുള്ള ശ്രമം നടത്തി. ആ സമയത്ത് വാഹനം തൊട്ടടുത്തുള്ള പോസ്റ്റിൽ പോയി ഇടിക്കുകയായിരുന്നു. പോസ്റ്റിൽ ഇടിച്ച് കൈക്ക് പൊട്ടലുണ്ട്, തലയ്ക്കും ചെറിയ തോതിൽ പരിക്കുണ്ട്. ആശുപത്രിയിൽ വിഷ്ണുവിനെ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അതിനുശേഷം ആ പാമ്പിനെ അവിടെ നിന്ന് അപ്രതീക്ഷിതമായി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അപ്പുറത്തെ കാട്ടിലേക്ക് പോയി എന്നാണ് അവിടെ. ഏതായാലും പക്ഷേ വലിയൊരു അപകടമാണ് ഒഴിവായത്. എന്നാലും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെ, ഈ മാലിന്യമൊക്കെ ആയി ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ സംഭവം. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കഴുത്തിലാണ് പാമ്പ് ചുറ്റിയത്. അദ്ദേഹം അത് തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയും ചെയ്തു എന്നാണ്. പക്ഷേ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആശ്വാസകരം തന്നെയാണ്. റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്